കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിനോട് വളരെ അടുത്തായിട്ട് കാസിൽ ഹെവൻ എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വരുന്നത് പുക്കാട്ടുപടി കിഴക്കമ്പലം ബൈപ്പാസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടാണ്. പുക്കാട്ടുപടി ജംഗ്ഷൻ വളരെ അടുത്ത് തന്നെയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിലായി കാണുന്ന ഈ മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. 3.5 സെൻറ്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നമുക്കിനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നല്ലൊരു വില്ല ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എലിവേഷനിലാണെന്നുണ്ടെങ്കിലും ഒരു യൂണിഫോമാലിറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് യൂണിറ്റാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ബാലൻസ് ഉള്ള എല്ലാം സോൾഡ് ഔട്ടാണ്. നേരെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നല്ല പാറ്റേണിലുള്ളൊരു മതിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗേറ്റിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി മുറ്റത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പോർച്ചിലും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ കോമ്പൗണ്ടിനകത്ത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പോർച്ചിനും ചുറ്റും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ടും നല്ലൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പ കല്ലാണ് വന്നുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. സിറ്റൗട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 പീസ് ഡോറ് നല്ല മരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറ് ഫേസ് ചെയ്യുന്ന വീടാണ്. അകത്തേക്ക് വരാം. നമ്മളിപ്പോൾ വീടിൻ്റെ ലിവിങ് സ്പേസിലാണ്. ഇത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പെർഗോളാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് ചെയ്യണമെന്നാണ്. ഒരു ടീപ്പ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ടി യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. വാൾപേപ്പർ നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടി യൂണിറ്റിൻ്റെ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഈ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഭംഗിയായിട്ട് വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. നേരെ ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളവും 11 അടി വീതി വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്കും കാണാം. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഡയവെറ്റർ വരുന്നുണ്ട്. റെയിൻ ഷവർ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ള് കൊടുത്തുള്ളത്. കളർ ഡിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ല ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അത് കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ടിൽ ദി എൻഡ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസും ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ഡിസൈനും എൻട്രൻസിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 3 പാളി ജനൽ ഫുൾ പാനൽ ചെയ്തിട്ടാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെ കാണുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടൊരു ഡൈനിങ് സ്പേസ് ആണ്. അതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി വാഷ് കൗണ്ടറിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ PVC ലാമിനേഷനൊക്കെ വരുന്നുണ്ട്. വലിയൊരു മിറർ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വശങ്ങളിലേക്കും സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ് കൊടുക്കാം. പെബിൾസ് വിരിക്കാം. ഇതിനകത്തായിട്ടാണ് ഇൻവെർട്ടറും മറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ പ്യൂരിഫയറിനുള്ള കൊഗാഡിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അടുക്കള വന്നുള്ളത്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്.
ഇത് ഈസ്റ്റ് സൈഡാണ് 2 പാളി ജനൽ, ഇത് നോർത്ത് സൈഡാണ് 3 പാളി ജനൽ. ഇതിൽ മാറ്റ് 2x2 ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തുള്ളത്. വലിയൊരു ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഈ സ്പേസ് തന്നെ ധാരാളമാണ്. അപ്പോൾ കിച്ചൺ നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് വരുന്നത് കിഴക്കോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല വെല്ലും വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇത് നമുക്ക് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലിനാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെയാണ്. ഈസി ആയിട്ട് നമുക്ക് മേലെ കയറാം. പെർഗോളാസ് വരുന്നുണ്ട്. നമ്മൾ ഡൈനിങ് സ്പേസിൻ്റെ മേലെ കണ്ടിരുന്ന ആ ഫാൾ സീലിംഗ് വർക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡ് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് സോഫ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു TV യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ വെക്കണമെങ്കിൽ അതും ചെയ്യാം. അതിനും പവർ പോയിന്റ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയാണ്. ഭംഗിയുള്ളൊരു വാൾഡ്രോബ്സ് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്, വർക്ക് സ്പേസ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തുള്ളത്. നമുക്കിനി ഈ ബാത്റൂമിലേക്ക് വരാം. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഡയവേർട്ടർ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിന് വന്നിട്ടുണ്ട്. കളറിലൊരു വേരിയേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ടൈലാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബെഡ്റൂമിന് പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിന്ന് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. നല്ലൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പാരപ്പറ്റിന് നീട്ടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ചെടികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. ഇനി നമുക്കിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 12 അടി നീളവും 11 അടി വീതിയുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്, ഡയവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ടൈലിന് കളർ വേരിയേഷനും ഇതിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. 5 ബെഡ് ഡോറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് മാറ്റ് ടൈലാണ്. 4x2 മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാം, അലക്കി വിരിച്ചിടാം. ഇത് ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാം. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3.5 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 59 ലക്ഷം രൂപയാണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സിമിലറായുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ മനസ്സിനിണങ്ങിയ വീഡിയോകൾ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.